നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. പ്രകൃതിക്ക് ദോഷമാകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ രീതിയിൽ ഫാഷൻ വസ്ത്രങ്ങളാക്കി വിസ്മയിപ്പിച്ച് വിദ്യാർത്ഥിനികൾ. ഋതു 2026 ഫാഷൻ ഷോയാണ് ശ്രദ്ധേയമായത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സനെ അപമാനിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനൊരുങ്ങി കോൺഗ്രസ്. നഗരസഭാ ചെയർമാനെതിരെ ITU ബാങ്ക് നിക്ഷേപകർ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കൊടകരയിൽ കാറിൽ കടത്തുന്നതിനിടെ 141 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 2 പ്രതികൾക്ക് കഠിന തടവും പിഴയും. 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വാർത്തകൾ വിശദമായി. പ്രകൃതിക്ക് ദോഷമാകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ രീതിയിൽ ഫാഷൻ വസ്ത്രങ്ങളാക്കി വിസ്മയിപ്പിച്ച് വിദ്യാർത്ഥിനികൾ. ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ് കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം ഒരുക്കിയ ഋതു 2026 ഫാഷൻ ഷോയാണ് ശ്രദ്ധേയമായത്. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് പ്രമേയമായാണ് കോളേജിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന പ്ലാസ്റ്റിക് കവർ, അരിച്ചാക്ക്, ടാർപോളിൻ ഷീറ്റ്, കുപ്പികളുടെ അടപ്പുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ മനോഹരമായ വസ്ത്രങ്ങളാക്കി മാറ്റിയായിരുന്നു വിദ്യാർത്ഥികൾ തങ്ങളുടെ സർഗാത്മകത പ്രകടമാക്കിയത്. മനോഹരമായ ഇത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ സുന്ദരികളായ യുവതികൾ പരിസ്ഥിതി സന്ദേശവുമായി റാമ്പ് വാക്ക് നടത്തിയത് ഏറെ ആകർഷകമായി. മുൻ വർഷങ്ങളിൽ തുരുമ്പ്, കയർ എന്നിവ പ്രമേയമാക്കി കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം അവതരിപ്പിച്ച ഫാഷൻ ഷോ ഏറെ ശ്രദ്ധേയമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര ഫാഷനും പ്രോത്സാഹിപ്പിക്കാൻ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റ് പുനരുപയോഗ സാധനങ്ങളും ഉപയോഗിച്ച വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തതായിരുന്നു ഫാഷൻ ഷോയിലെ വസ്ത്രങ്ങൾ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ദൂഷ്യഫലങ്ങൾ സമൂഹത്തെ അറിയിക്കുന്നതിനൊപ്പം മാലിന്യങ്ങളെ സർഗാത്മകമായി പുനരുപയോഗിച്ച് മൂല്യവത്തായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാമെന്നതുകൂടിയായി ഫാഷൻ ഷോ. കലാമികവും സാങ്കേതിക തികവും പരിസ്ഥിതിയോടുള്ള സാമൂഹിക പ്രതിബദ്ധതയും നിറഞ്ഞതായിരുന്നു ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജ് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് വിഭാഗം ഒരുക്കിയ ഋതു 2K26 ഫാഷൻ ഷോ. 3 കൊല്ലമായിട്ട് ഋതു ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഫാഷൻ ഷോ ആണ്. അതിൽ നമ്മൾ 3 കൊല്ലമായിട്ട് 3 തീംസാണ് നടത്തിയിരുന്നത്. ഈ കൊല്ലം നമ്മൾ നടത്തുന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആണ്, റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ്. ഇപ്പോൾ ഫസ്റ്റ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ബോട്ടിൽ വെച്ചിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന നോർമൽ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് അതിനെ കർവ് ചെയ്തിട്ട് ഡ്രസ്സാക്കി മേക്ക് ചെയ്തേക്കാണ്. ആൻഡ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതും അതേപോലെ ഷോപ്സിൽ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് കവേഴ്സ് ഉപയോഗിച്ചിട്ട് ക്രോഷ്യ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് മെയ്ഡ് ഇൻ ടു എ ഫ്ലവേഴ്സ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് മൂന്നാമതായി നമ്മൾ ചെയ്തിരിക്കുന്നതും പ്ലാസ്റ്റിക് കവേഴ്സ് തന്നെയാണ്. ഈ ഗ്രീൻ ആൻഡ് വൈറ്റ് പാറ്റേൺസ് എല്ലാം പ്ലാസ്റ്റിക് കവേഴ്സ് കൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ക്രോഷ്യ ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻസ് ചെയ്തിരിക്കുന്ന വർക്കാണിത്. ദെൻ വരുന്നത് ഇതും നമ്മൾ പ്ലാസ്റ്റിക് കവേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി നമ്മൾ ഡ്രസ് ഫോംസിൻ്റെ ഒരു യൂസ് ഉപയോഗിച്ചിട്ട് ഇതിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഇത് മാറ്റിയിരിക്കുന്നത്. ആൻഡ് ഓൾ ദ ഫ്ലവേഴ്സ് ആർ ഓൾസോ മെയ്ഡ് അപ്പ് ഫ്രം പ്ലാസ്റ്റിക്. ഇത് നമുക്ക് സുലഭമായിട്ടുള്ള നമ്മൾ കോമൺലി കാണപ്പെടുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള കൂടുതലായിട്ടും വേസ്റ്റിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വേസ്റ്റൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ്. ഇത് നമ്മളൊരു ഹോട്ട് കൗച്ചറിലേക്ക് ലുക്കിലേക്കാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇത് കാണുമ്പോൾ ഈ ഫാബ്രിക് കാണുമ്പോൾ നിങ്ങൾ ക്ലോത്താണെന്ന് വിചാരിക്കും. ബട്ട് ഇറ്റ്സ് നോട്ട് എ ക്ലോത്ത്. ഇറ്റ്സ് നമ്മുടെ ചാക്കാണ്. അരിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചാക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ വൈറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദെൻ അഗൈൻ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയലൊക്കെ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് തന്നെയാണ്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സനെ അപമാനിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനൊരുങ്ങി കോൺഗ്രസ്. നഗരസഭാ ചെയർമാനെതിരെ ITU ബാങ്ക് നിക്ഷേപകർ പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കോൺഗ്രസ് മണ്ഡലം ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ നഗരസഭാ ചെയർമാൻ MP ജാക്സനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ചെയർമാനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട കല്യാൺ സിൽക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ MP ജാക്സനെതിരെ ITU ബാങ്ക് നിക്ഷേപകർ പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ചിരുന്നു. MP ജാക്സൺ സംസാരിക്കുന്നതിനിടെ പ്രതിഷേധക്കാർ കൂക്കി വിളിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നഗരസഭാ ചെയർമാനെതിരെയുള്ള പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. നിലവിൽ MP ജാക്സൺ ITU ബാങ്കിന്റെ ഒരു ചുമതലയുമില്ല. എന്നാൽ UDF ഭരിക്കുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാനായ അദ്ദേഹത്തെ
പൊതുവേദികളിൽ അപമാനിക്കാൻ ശ്രമിച്ചാൽ പാർട്ടി പ്രവർത്തകർ പ്രതികരണമുണ്ടാകും. ഇത് സംഘർഷത്തിന് കാരണമാകുന്നതാണ്. ITU ബാങ്കിലെ നിക്ഷേപകരെ കൂട്ടുപിടിച്ച് ചില വ്യക്തികൾ വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്. നിലവിൽ ബാങ്കിന്റെ ഭരണ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് നേതൃത്വം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നതല്ലാതെ നിക്ഷേപകരുടെ ആശങ്ക മാറ്റാൻ ശ്രമിക്കുന്നില്ലെന്നും ജനാധിപത്യപരമായ സമരങ്ങൾക്ക് തങ്ങൾ എതിരല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ സോമൻ ചിറ്റേത്ത്, അബ്ദുൾ ഹക്ക്, ചിന്ത ധർമ്മരാജൻ, PC വർഗീസ്, ജോമോൻ മണ്ണാത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാർട്ടിയെ അപമാനിക്കാനോ അവഹേളിക്കാനോ പാർട്ടി നേതാക്കളെ ആവശ്യമില്ലാതെ അവഹേളിക്കാനോ വന്ന പാർട്ടി കയ്യും കെട്ടി മിണ്ടാണ്ട് ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുന്ന ഇനി ധരിക്കണ്ട എന്ന് മാത്രം പറയാനേ ഞങ്ങൾ ഈ യോഗം വിളിച്ചു. MP ജാക്സൺ ഇപ്പോൾ ITU ബാങ്കിൻ്റെ ആരുമല്ല. ഇത് സാങ്കേതികമായിട്ടല്ല ആരുമല്ല എന്ന് പറയുന്നത്. നിയമപരമായിട്ടും MP ജാക്സന് ITU ബാങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. MP ജാക്സൺ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർമാൻ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് ഭൂരിപക്ഷം കിട്ടി, UDFന് ഭൂരിപക്ഷം കിട്ടി മുനിസിപ്പൽ ചെയർമാനായതാണ്. ഒരാളുടെയും ഔദാര്യത്യമോ മുനിസിപ്പൽ ചെയർമാനായതൊന്നുമല്ല. കൊടകരയിൽ കാറിൽ കടത്തുന്നതിനിടെ 141 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 2 പ്രതികൾക്ക് കഠിന തടവും പിഴയും. 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. ആലുവ കീഴ്മാട് സ്വദേശി വടക്കേളാൻ വീട്ടിൽ ടോംജിത്ത്, ആലുവ ചൂണ്ടി സ്വദേശി കുറ്റിയേടത്തെ വീട്ടിൽ വിൻസെന്റ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. തൃശൂർ 3-ാം നമ്പർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലെ ജില്ലാ ജഡ്ജ് GP ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത്. 2021 ഓഗസ്റ്റ് 21 രാവിലെ 10:45 ദേശീയപാത 544 പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്താണ് കഞ്ചാവ് കടത്ത് പിടികൂടിയത്. കൊടകര ഭാഗത്തു നിന്ന് ചാലക്കുടി ഭാഗത്തേക്ക് വരികയായിരുന്ന ബ്രസ്സ കാർ തടഞ്ഞു നിർത്തിയുള്ള പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കൊടകര SI ആയിരുന്ന ഡെയ്സിന്റെ നേതൃത്വത്തിലായിരുന്നു വാഹന പരിശോധന. 141 കിലോഗ്രാം കഞ്ചാവ് പിടികൂടുകയായിരുന്നു. നിലവിൽ വിജിലൻസിൽ പ്രവർത്തിക്കുന്ന മുൻ കൊടകര SHO ജയേഷ് ബാലന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഗിരീഷ് മോഹൻ കോടതിയിൽ ഹാജരായി. ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശിക തീർപ്പാക്കുക, ഓണം ബോണസ് തുക 10,000 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം സർക്കാരിന് നൽകാനൊരുങ്ങി കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC. അയ്യന്തോൾ ലാറി ബക്കർ ഹാളിൽ നടന്ന സംഘടനയുടെ തൃശൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ലോട്ടറി തൊഴിലാളികളുടെ ക്ഷേമനിധി കുടിശ്ശിക തീർപ്പാക്കൽ ഉടൻ നടപ്പിലാക്കുക, ഓണം ബോണസ് തുക 10,000 വർദ്ധിപ്പിക്കുക, പെൻഷൻകാർക്ക് 5,000 രൂപ ഓണം ആനുകൂല്യമായി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് നിവേദനം നൽകാനാണ് കൺവെൻഷൻ തീരുമാനിച്ചത്. ലോട്ടറിയെ ജനകീയമാക്കുന്നതിന്റെ ആദ്യപടിയായി ഓണം ബമ്പറിന്റെ 1-ാം സമ്മാനത്തുക 25 കോടിയിൽ നിന്ന് 30 കോടിയായി വർദ്ധിപ്പിച്ച സർക്കാരിനെ കൺവെൻഷൻ അഭിനന്ദിച്ചു. 28% GST 40% വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള ആദ്യ ഓണം ബമ്പറാണ് ഇത്തവണത്തേത്. ഇതിൽ ഒരു ടിക്കറ്റിന് 33 രൂപ കൂടുതലായി GST വർദ്ധിച്ചിട്ടും കഴിഞ്ഞ ഓണം ബമ്പർ നൽകിയ അതേ തുക തന്നെ സമ്മാനമായി നൽകാനുള്ള സർക്കാർ തീരുമാനത്തെയും കൺവെൻഷൻ അഭിനന്ദിച്ചു. മൺസൂൺ ബമ്പറിന് കഴിഞ്ഞ സർക്കാർ നൽകിയ അതേ നിരക്കിൽ തന്നെയാണ് ഓണം ബമ്പറിന് വിൽപ്പന കമ്മീഷൻ നൽകുന്നത്. ഇത് മറച്ചുവെച്ച് വിൽപ്പനക്കാർക്ക് 10 രൂപ കമ്മീഷൻ കുറഞ്ഞു എന്ന CITU നേതാക്കളുടെ പ്രചാരണം യഥാർത്ഥത്തിന് നിരക്കാത്തതാണ്. കഴിഞ്ഞ 10 വർഷം ലോട്ടറി മേഖലയിലും ക്ഷേമനിധിയിലും തട്ടിപ്പും അഴിമതിയും നടത്തിയവരാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വ്യാജ പ്രചരണങ്ങളിലൂടെ സമരം ആഹ്വാനം ചെയ്യുന്നത്. പ്രവർത്തക കൺവെൻഷനിൽ PS രാധാകൃഷ്ണൻ അധ്യക്ഷനായി. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം, സന്തോഷ് സെൻ, ഫിലിപ്പ് ജേക്കബ്, NK സാനി, ഷക്കീൽ കാരയിൽ, മനുമോൻ സൌബർണിക കൊച്ചുറാണി, രാധാകൃഷ്ണൻ ചേലക്കര എന്നിവർ സംസാരിച്ചു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഹെപ്പറ്റൈറ്റിസ് രോഗപ്രതിരോധ ബോധവൽക്കരണം. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത്, ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം, ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സംയുക്തമായാണ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത്. പെരിഞ്ഞനം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ TS ജീന വിഷയാവതരണം നടത്തി. വിവിധതരം ഹെപ്പറ്റൈറ്റിസ് രോഗത്തിന്റെ കാരണങ്ങൾ, രോഗവ്യാപന മാർഗങ്ങൾ, പ്രതിരോധ നടപടികൾ, ഹെപ്പറ്റൈറ്റിസ് B പ്രതിരോധ വാക്സിന്റെ പ്രാധാന്യം, സുരക്ഷിതമായ ജീവിതശൈലിയുടെ ആവശ്യകത, ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങൾ, ശുദ്ധമായ കുടിവെള്ളം എന്നിവ വിദ്യാർത്ഥികൾക്ക് വിശദീകരിക്കുന്നതായിരുന്നു ബോധവൽക്കരണ ക്ലാസ്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിലൂടെ ഗുരുതരമായ കരൾ രോഗങ്ങളും കരൾ ക്യാൻസറും തടയാനാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. വിദ്യാർത്ഥികൾ ഹെപ്പറ്റൈറ്റിസ് പ്രതിരോധ പ്രതിജ്ഞ ചടങ്ങിൽ ഏറ്റുചൊല്ലി.
ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VM ലിനി, AS രബിത, KS ആനന്ദ് എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക PA ഷൈമ, അധ്യാപകൻ KG ബൈജു, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുത്തു. ദേശീയപാത 66ന്റെ മതിലകം ബൈപ്പാസിൽ കനോലി കനാൽ തീരഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിക്കാത്തതിൽ ആശങ്കയുമായി നാട്ടുകാർ. ബൈപ്പാസിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടും സർവീസ് റോഡ് നിർമ്മാണത്തിന് നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആറുവരെ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ സ്ഥലമുണ്ടായിട്ടും ദേശീയപാത അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മതിലകം പഞ്ചായത്തിലെ കനോലി കനാലിനോട് ചേർന്ന 8ാം വാർഡിൽ കിഴക്കുംപുറം ഭാഗത്താണ് സർവീസ് റോഡില്ലാത്തത് ദുരിതമാകുന്നത്. ഇവിടെ താമസിക്കുന്ന 25ഓളം പട്ടികജാതി കുടുംബങ്ങളും ചെറുകിട കർഷകരും യാത്രാ സൌകര്യമില്ലാതെ ദുരിതത്തിലാണെന്നാണ് പറയുന്നത്. സമീപത്തെ അടിപ്പാതകളിലേക്ക് എത്തിച്ചേരാൻ സർവീസ് റോഡില്ലാത്തത് തടസ്സമുണ്ടാക്കുകയാണ്. ഇതുമൂലം വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ, തൊഴിലാളികൾ എന്നിവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സർവീസ് റോഡില്ലാത്തതിനാൽ നാട്ടുകാർ 10 അടിയിലേറെ ഉയരമുള്ള ദേശീയപാതയിലേക്ക് കയറി 6 വരിപ്പാത മുറിച്ചു കടക്കേണ്ട സ്ഥിതിയാണുള്ളത്. അതിവേഗത്തിൽ വാഹനങ്ങൾ വരുന്നതിനിടെ 6 വരിപ്പാത മുറിച്ചു കടക്കാനുള്ള ശ്രമം നാട്ടുകാരെ വലിയ അപകടത്തിലേക്കാകും തള്ളിവിടുക. ബൈപ്പാസിലെ ഡിവൈഡർ പൂർണ്ണമായി അടച്ചാൽ കനോലി കനാൽ തീരവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലെത്തിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. സർവീസ് റോഡ് പ്രശ്നത്തിൽ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ജാഗ്രത ഇല്ലാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ദേശീയപാത വികസനത്തിന്റെ തുടക്കം മുതൽ നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാകാത്തത് വീഴ്ചയാണ്. കനോലി കനാൽ തീരവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തരമായി സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങുന്നത് പരിഹരിക്കാത്തതിനെതിരെ കയ്പമംഗലത്ത് ഗ്രാമസഭയിൽ പ്രതിഷേധം. പ്ലക്കാർഡും ഒഴിഞ്ഞ കുടങ്ങളുമായി എത്തിയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. കുടിവെള്ള വിതരണം മുടങ്ങി 72 ദിവസം പിന്നിട്ടിട്ടും ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് ഗ്രാമസഭയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ഉണ്ടായത്. ചളിങ്ങാട് താഴ്വാരം, IHDP ഉന്നതി, LBS ഉന്നതി, പുഴയോരം എന്നീ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. ഇവിടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാർ പ്ലക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളുമായി ഗ്രാമസഭയിലെത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ഗ്രാമസഭ നടക്കുന്ന മദ്രസ ഹാളിന് മുന്നിൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധിച്ചത്. ഇതേ തുടർന്ന് ഗ്രാമസഭ ഏറെ നേരം തടസ്സപ്പെട്ടു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പ്രതിഷേധക്കാരുമായി സംസാരിച്ചെങ്കിലും സമരം അവസാനിപ്പിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. ഇതോടെ മതിലകം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ അടിയന്തരമായി ഗ്രാമസഭാ വേദിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പ്രദേശത്ത് പുതിയ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വിതരണം പൂർണ്ണമായി നിലച്ചതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാര നടപടി ഉണ്ടാകുന്നില്ലെന്നും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് തങ്ങൾ അനുഭവിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതിനിടെ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇതുമായി ബന്ധപ്പെട്ട പൈപ്പ് ലൈനിലെ തടസ്സം പരിഹരിച്ചതായും ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രദേശത്ത് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും ഗ്രാമസഭയിൽ ഉറപ്പു നൽകി. അതേസമയം കുടിവെള്ള വിതരണം സ്ഥിരമായി തുടങ്ങുന്നതുവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ചു നൽകാൻ സംവിധാനം ഒരുക്കുമെന്നുള്ള ക്രമീകരണം നടത്തുമെന്ന് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ നാട്ടുകാരെ അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. പ്രതിഷേധം കണക്കിലെടുത്ത് കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലിന് കീഴിലെ തളിക്കുളം സ്നേഹതീരം പാർക്കിലേക്ക് വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. മാനേജർ, സെക്യൂരിറ്റി, ഫിഷ് പോണ്ട് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക. ടൂറിസത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ടൂറിസം മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് ജയിച്ച ശാരീരിക ക്ഷമതയുള്ള പുരുഷന്മാർക്ക് സെക്യൂരിറ്റി തസ്തികയിലേക്കും 7ാം ക്ലാസ് പാസ്സായവർക്ക് ഫിഷ് പോണ്ട് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സെക്യൂരിറ്റി, ഫിഷ് പോണ്ട് ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. എല്ലാ തസ്തികകളിലേക്കുമുള്ള അപേക്ഷകരുടെ പരമാവധി പ്രായപരിധി 45 വയസ്സാണ്. അപേക്ഷകൾ ഓഗസ്റ്റ് 10 വൈകിട്ട് 5 മണിവരെ സ്നേഹതീരം DMC ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് DMC ഓഫീസുമായി ബന്ധപ്പെടുക. 0487 23 20 800 9496 101737. പെരിഞ്ചേരി ചക്കാലക്കൽ വീട്ടിൽ CA രാംകുമാർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. മുൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനും വള്ളുകുന്നത്തുശ്ശേരി ദി യൂണിയൻ ലൈബ്രറിയിൽ ലൈബ്രറിയനുമായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടന്നു.
പരേതിയായ രുക്മിണിയാണ് ഭാര്യ. രജനി, രാജേഷ് എന്നിവർ മക്കളും വിജയ്കുമാർ മരുമകനുമാണ്. പെരുവനം സ്വദേശി തെക്കൂട്ട് വീട്ടിൽ കുട്ടികൃഷ്ണൻ നായർ മകൻ കൃഷ്ണകുമാർ നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്ത ചിറങ്ങാട്ടാണ് ഭാര്യ. അരുൺ, അജിത്ത് എന്നിവർ മക്കളും ശാരിക മരുമകളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,155 രൂപ, പവന് 1,05,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രകൃതിക്ക് ദോഷമാകുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ റീസൈക്കിൾ രീതിയിൽ ഫാഷൻ വസ്ത്രങ്ങളാക്കി വിസ്മയിപ്പിച്ച് വിദ്യാർത്ഥിനികൾ. ഋതു 2026 ഫാഷൻ ഷോയാണ് ശ്രദ്ധേയമായത്. ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സനെ അപമാനിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാനൊരുങ്ങി കോൺഗ്രസ്. നഗരസഭാ ചെയർമാനെതിരെ ITU ബാങ്ക് നിക്ഷേപകർ പ്രതിഷേധമുയർത്തിയ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കൊടകരയിൽ കാറിൽ കടത്തുന്നതിനിടെ 141 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ 2 പ്രതികൾക്ക് കഠിന തടവും പിഴയും. 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.